ഞാൻ ആദ്യം ശ്രമിച്ചത് കോളാമ്പിപ്പൂ ഉണ്ടാക്കാനായിരുന്നു. മനസ്സിലുള്ള ഡിസൈൻ പേപ്പറിൽ ഒരുക്കിയപ്പോൾ അത് കോളാമ്പിപ്പൂവാണെന്ന് ആരും പറയുന്നില്ല. ആദ്യം കുറച്ച് നിരാശ തോന്നിയെങ്കിലും നമുക്കങ്ങനെ വിട്ടളയാൻ പറ്റൂലല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു യെല്ലോ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ മടക്കിയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എല്ലാ ശ്രമങ്ങളും വിജയിക്കണമെന്നില്ല. ചിലപ്പോൾ ആ പരാജയങ്ങളാണ് പുതിയൊരു ആശയങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. 5 പീസ് കിട്ടുന്ന പോലെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. ഇനി ഈ 5 പീസും ഒന്നിനു മുകളിൽ ഒന്നായിട്ട് നമുക്ക് ഗ്ലൂ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇതെല്ലാതും കൂടി നമുക്കൊന്ന് ഒരു ഫ്ലവർ ലുക്കിൽ എല്ലാതും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്ലവർ. ഇനി നമുക്ക് ആ ഫ്ലവർ ഒന്ന് വിടർത്തി കൊടുക്കാം. എല്ലാ ഇതളും ഒന്ന് വേറിട്ട് നിൽക്കണ പോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. ഇനി നമുക്കിവിടെ ഒരു ചെറിയ ഗ്രീൻ പേപ്പർ വേണം. ആ ഗ്രീൻ പേപ്പർ ഇതുപോലെ മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് അത് ഈ പൂവിമൊന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ ഒരു 3 ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സംഭവം ഇത് കോളാമ്പിപ്പൂ ആയില്ലെങ്കിലും ഈ പൂവ് ഉപേക്ഷിക്കാതെ ഇത് കൊണ്ട് ഒരു ചെറിയ ഫ്ലവർ വേസ് ഡെക്കറേഷൻ ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇനി ഈ ഫ്ലവറിന് ഒരു ലീഫും കൂടി വേണം. അപ്പോൾ ഞാനിവിടെ ലീഫ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ലീഫ് എടുത്തിട്ട് ഗ്രീൻ കളർ പേപ്പറും ഒന്ന് ഒട്ടിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്കും ഒരുപാട് ഇഷ്ടമായി. ജീവിതത്തിൽ ഇതുപോലെ തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന എല്ലാം നടക്കണമെന്നില്ല. പക്ഷെ അതുകൊണ്ട് ശ്രമം അവസാനിപ്പിക്കരുത്. ചിലപ്പോൾ ഒരു ചെറിയ മാറ്റം മാത്രം മതി ഒരു പുതിയ സൃഷ്ടിയായി മാറാൻ. ഈ ഗ്രാഫ്റ്റും അതിനൊരു ഉദാഹരണം മാത്രമാണ്. നിങ്ങൾക്കും ഇത് വീട്ടിലിരുന്നിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറത്തിൽ ഇതുപോലെ ഫ്ലവർ ഉണ്ടാക്കി നോക്കിയിട്ട് ഷെൽഫിലോ മേശയിലോ വെച്ച് വെക്കോ. ഒരു അടിപൊളി ഡെക്കറേഷനായി മാറും. എല്ലാ കാര്യങ്ങളും വിജയിക്കണം എന്നില്ല. വിജയിച്ചിട്ടില്ല എന്ന് കരുതി നിരാശപ്പെടുകയും വേണ്ട. ഇതുപോലെ പരാജയത്തിൽ നിന്നും നമുക്ക് ഒരു പുതിയ സൃഷ്ടിയെ തയ്യാറാക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.